നീ എവിടെയാണ്? എത്ര നേരമായി ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. നിനക്ക് ആ കുന്തമെന്ന് എടുത്താലെന്താ? ടീ ഷോപ്പിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് മിത്രയ്ക്ക് കിഷോറിൻ്റെ കോൾ വരുന്നത്. കൃഷ്ണമൂർത്തിയോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞാണ് അവൾ കോൾ എടുത്തത്. കിച്ചു എന്തിനാ വിളിച്ചത്? അതാദ്യം പറയൂ. നീ നാളെ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? അതിനനുസരിച്ച് വേണമല്ലോ സ്കൂട്ടിയുമായി എനിക്ക് അങ്ങോട്ട് വരാൻ. ഞാൻ ഇന്ന് ബസ്സിനിങ്ങ് പോന്ന് കിച്ചു. ഇപ്പോൾ സ്റ്റാൻഡിലുണ്ട്. വൈകാതെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകും. അപ്പുറത്തൊരു നിമിഷം നിശബ്ദമായി. കിച്ചു. കിച്ചു അല്ലടി പുല്ലേ, കിഷോർ മാധവ്. അങ്ങനെ വിളിക്കുന്നതാണല്ലോ നിനക്ക് സൗകര്യവും. നീ എന്തിനാ എന്നോട് ചൂടാവുന്നത്? ഞാൻ നിനക്കാരുമല്ലെന്ന് നീ പിന്നെയും പിന്നെയും തെളിയിക്കുന്നതുകൊണ്ട്. ഞാൻ പറഞ്ഞോ നീ എനിക്ക് ആരുമല്ലെന്ന്? ഇതൊക്കെ പറയണോടി. നിന്റെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാലോ. ഇന്നലെ ഞാൻ നിനക്ക് ഫോൺ ചെയ്തതല്ലേ? അപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത്? നാളെ വരുന്നുള്ളൂന്ന്. അപ്പോൾ ഞാൻ സ്കൂട്ടിയുമായി വരാമെന്നും നിന്നോട് പറഞ്ഞതല്ലേ? നാളത്തെ യാത്ര ഇന്നേക്കാക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? നാളത്തെ വരവ് ഞാൻ ഇന്നാക്കുമായിരുന്നില്ലേ? ഓ, അതാണോ ഇത്രയും വലിയ കാര്യം? നീ ആനന്ദ് സാറിനെ പൂട്ടാനുള്ള തിരക്കിലല്ലേ? അതിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി. അത് പറയുമ്പോൾ നിനക്കെന്താ ഒരു പുച്ഛം? നീ നിന്റെ സാറിനെ വെള്ള പൂശാൻ നോക്കുവാണോ? കിഷോറിൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടതും അവൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഞാൻ ആരെയും വെള്ള പൂശാനുമില്ല, കളർ പൂശാനുമില്ല. ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണമെന്നുണ്ട്. എന്നാൽ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആഗ്രഹമുണ്ട്. അയാളെയാണോ നീ നിരപരാധി എന്ന് വിശേഷിപ്പിച്ചത്? നാളെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതായിരുന്നു. തലപ്പത്ത് ആരോ പിടിമുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. 4 ദിവസങ്ങൾക്കപ്പുറം അയാൾക്ക് പുറത്ത് വിലസാനാവില്ല. അതൊക്കെ നിന്റെ കേസിൻ്റെ കാര്യം. അതിലൊന്നും ഞാൻ തലയിടാൻ വരുന്നില്ല. ഞാനിവിടെ ടൗണിൽ നിൽക്കണോ? നീ എന്നെ കൂട്ടാൻ വരുമോ? ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴല്ലേ നിനക്കിതൊക്കെ എന്നോട് പറയാൻ തോന്നിയത്? നിനക്ക് നല്ല അടിയുടെ കുറവുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ശരിയാക്കിക്കൊള്ളാം. ഒരു അരമണിക്കൂർ അവിടെ നിൽക്ക്. അപ്പോഴേക്കും ഞാൻ വരാം. ഓക്കെ. എടാ, റോഡിൻ്റെ അപ്പുറത്ത് മൂർത്തി അങ്കിളിൻ്റെ കാറ് കിടക്കുന്നു. നീ വരണ്ട. ഞാൻ അങ്കിളിൻ്റെ കൂടെ പോയിക്കോളാം. എങ്കിൽ നീ അച്ഛൻ്റെ കൂടെ നേരെ വീട്ടിലേക്ക് വിട്ടോ. നിന്റെ സ്കൂട്ടിയുടെ ചാവി ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുമായി നിനക്ക് വീട്ടിൽ പോകാമല്ലോ. ഓക്കേടാ. അപ്പം ശരി. അങ്കിൾ വണ്ടി എടുക്കുന്നുവെന്ന് തോന്നുന്നു. ഞാൻ വേഗം കയറിയിരിക്കട്ടെ. അതും പറഞ്ഞവൾ ഫോൺ വെച്ചുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്ന ഡോർ അടച്ചു. ശേഷം സീറ്റ് ബെൽറ്റ് വലിച്ച് മുറുക്കിയിട്ടു. പോകാം. ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നയാളെ അവൾ കുറച്ചു നേരം നോക്കിയിരുന്നു. അങ്കിളിൻ്റെ മുഖത്തൊരു ചിരിയുണ്ടല്ലോ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ മോനെ ഇങ്ങനെ തന്നെ വരണമെന്ന്. ഇതിലും നല്ലൊരു പങ്കാളി അവന് കിട്ടില്ല. എത്ര സമർത്ഥമായാണ് നീ ഒരു നുണ പറഞ്ഞത്. ചക്കിക്കൊത്ത ശങ്കരൻ തന്നെ. അപ്പോൾ ശങ്കരനും ഈ സ്വഭാവം തന്നെയെന്ന് അങ്കിൾ സമ്മതിച്ചു? തീർച്ചയായും. നുണയെ വളച്ചൊടിച്ചു കൊണ്ടുവരലല്ലേ അവൻ്റെ എന്നത്തെയും പണി. എങ്കിൽ അവൻ ആ പഠിപ്പ് കിട്ടിയത് അങ്കിളിൻ്റെ കയ്യിൽ നിന്നാണെന്ന് ഞാൻ പറയും. ഓഹോ, അപ്പോൾ എൻ്റെ നെഞ്ചത്തോട്ടിങ്ങ് പോരെ? ഇപ്പോൾ ഞാനായി കുറ്റക്കാരൻ. ശരി, സമ്മതിച്ചു. ഞാൻ അവൻ്റെ അച്ഛനായതുകൊണ്ട് അവൻ എൻ്റെ സ്വഭാവമാണ്. നിനക്കാരുടെ സ്വഭാവമാണ്? മീനുവിനോ പപ്പനോ ഈ വക സ്വഭാവങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഉത്തരം സിമ്പിളല്ലേ. ഞാൻ കൂടുതലും മൂർത്തി അങ്കിളിൻ്റെയും അനുഅമ്മയുടെയും കൂടെ ആയിരുന്നല്ലോ. അതായത് ഉത്തമ, മുല്ലപ്പൂം പടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നാണല്ലോ പഴഞ്ചൊല്ല്. അയാൾ വലത് കൈ സ്റ്റിയറിങ്ങിൽ നിന്നെടുത്ത് താടിക്ക് കുത്തിക്കൊണ്ട് അവളെ ചെരിഞ്ഞു നോക്കി. അപ്പോൾ വളച്ചൊടിച്ച് ആ കുറ്റം എൻ്റെതാക്കി മാറ്റി അല്ലേടി കുറുമ്പി. മിത്ര പുറത്തേക്ക് നോക്കി ചിരിയൊതുക്കി. നീ വരുന്നുണ്ടെന്ന് ഞാൻ പോരുമ്പോൾ അനുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഭാവി മരുമകൾക്ക് വേണ്ടി എന്തൊക്കെയോ സ്പെഷ്യലുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണവൾ. കുശുമ്പിയിട്ട് കാര്യമില്ലെങ്കിലേ അതെൻ്റെ മാത്രം അനുവമ്മയാണ്. ചിരിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അതേ ചിരിയോടെ തന്നെ അയാൾ കൃഷ്ണാലയത്തിൻ്റെ പോർച്ചിലേക്ക് കാർ കയറ്റി നിർത്തി. പിന്നെ അവിടെ ഒരു ബഹളമായിരുന്നു. കൃഷ്ണമൂർത്തിയുടെയും അനുപമയുടെയും കൂടെ ഊണ് കഴിച്ചിട്ടാണ് മിത്ര അവിടെ നിന്ന് ഇറങ്ങിയത്. അവൾ നേരെ പോയത് ദീപികയുടെ വീട്ടിലേക്കായിരുന്നു. മിത്രയെ കണ്ടതോടെ ദീപിക ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അന്ന് പോയതിൽ പിന്നെ നീ ഇങ്ങോട്ട് വന്നതേയില്ലല്ലോ. എൻ്റെ വിവരങ്ങൾ അറിയാൻ നീ ഫോൺ പോലും ചെയ്തില്ല. ദീപിക പരിഭവം പറഞ്ഞു. ഓരോരോ തിരക്കിൽപ്പെട്ടു പോയി ദീപു, അല്ലാതെ നിന്നെ മറന്നിട്ടൊന്നുമല്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്? മുറിവൊക്കെ ഉണങ്ങിയോ? എല്ലാം ഭേദമായി. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് കോളേജിൽ പോയി തുടങ്ങാമെന്ന് കരുതുന്നു. കുറേയേറെ നോട്ട്സ് എഴുതാനില്ലേ? ഇനിയും ലീവ് എടുത്താൽ ശരിയാവില്ല. എക്സാം അടുത്ത് വരികയില്ലേ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് അറ്റൻഡൻസിൻ്റെ പ്രശ്നം വരില്ല. എങ്കിലും പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടണമെങ്കിൽ നീ പഠിക്കുക തന്നെ വേണം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാധികയും ഹരിനന്ദനും മുറിയിലേക്ക് വന്നത്. അവരെ കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. മിത്രമോൾ എപ്പോൾ വന്നു? മിത്ര വന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ എപ്പോഴും പരാതിയാണ്. രാധിക ചിരിച്ചുകൊണ്ട് പറഞ്ഞത് മാണോടി എന്ന അർത്ഥത്തിൽ മിത്ര ദീപികയെ നോക്കി. അവളൊന്ന് ചിരിച്ചു കാട്ടി. നിന്റെ ലച്ചുവമ്മ മരിച്ചല്ലേ?
ആനന്ദ് സാറാണ് കൊന്നതെന്ന് കേട്ടു, ശരിയാണോ? ദീപികയുടെ ചോദ്യം കേട്ടതും മിത്രയുടെ പുരികമൊന്ന് ചുളിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം നിന്നോടാര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞതാ. ന്യൂസിലെല്ലാം വാർത്തയുണ്ടല്ലോ, കേട്ടപ്പോൾ ഞാനാ ദീപുവിനോട് പറഞ്ഞത്. അവരുടെ സംസാരം കേട്ടു നിന്ന ഹരിനന്ദൻ പറഞ്ഞു. അവൾ അയാൾക്ക് നേരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അങ്കിളിന് ലീവ് കൂടുതലുണ്ടോ? മോളെ വിളിച്ചപ്പോൾ 10 ദിവസത്തെ ലീവ് എടുത്തിട്ട് വന്നതാ. ഇപ്പോൾ തിരിച്ചു പോകാൻ തോന്നുന്നില്ല. അയാൾ ചെറിയൊരു വിഷമത്തോടെ പറഞ്ഞു. തോന്നുന്നില്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് ഇവിടെയങ്ങ് കൂടണം. കുറേ കാലം കഴിഞ്ഞ് ശരീരമൊക്കെ ശോഷിച്ച് വയസ്സായി നാട്ടിൽ കൂടുന്നതിനേക്കാൾ നല്ലതല്ലേ ഭാര്യയെയും മകളെയും ഇപ്പോഴേ ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കുന്നത്? പറയുന്നത് കേട്ടാ ഇവളൊരു അമ്മുമ്മയാണെന്ന് തോന്നും. നമ്മുടെ ദീപുമോളുടെ പ്രായ, എന്നിട്ടും വയസ്സായ മുതുമുത്തശ്ശിമാരുടെ സംസാര. രാധിക അതും പറഞ്ഞുകൊണ്ട് ഹരിനന്ദൻ്റെ നേർക്ക് നോക്കി. അവിടെയും ഒരു പുഞ്ചിരിയായിരുന്നു. ചില പെൺകുട്ടികൾ അങ്ങനെയാണ് രാധു. അവരുടെ മനസ്സ് വളരെ വേഗം പക്വതയാർജിക്കും. കുറച്ചു നേരം ദീപുവുമായി സംസാരിച്ചിരുന്ന ചായയൊക്കെ കുടിച്ചിട്ടാണ് മിത്ര അവിടെ നിന്നും ഇറങ്ങിയത്. വീട്ടിൽ ചെന്ന് കയറിയതും മീനു തുള്ളി ഉറഞ്ഞ് നിൽക്കുന്നുണ്ട്. എൻ്റെ മീനൂട്ടി, കലിതുള്ളാൻ മാത്രം ഒന്നുമില്ല. എൻ്റെ സ്കൂട്ടി കിച്ചു കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ബസ് മാറിക്കേറിയാണ് ഞാനിവിടെ ഇറങ്ങിയത്. അപ്പോഴുണ്ട് സ്റ്റാൻഡിൽ മൂർത്തി അങ്കിളിൻ്റെ കാർ കിടക്കുന്നു. മൂർത്തി അങ്കിളിൻ്റെ കൂടെ വീട്ടിൽ പോയി അനുഅമ്മയുടെ അടുത്തു നിന്നും ഭക്ഷണവും കഴിച്ചു. ചിരിച്ചുകൊണ്ട് അവൾ മീനുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു. നിനക്കിപ്പോൾ അഹമ്മതി കുറച്ച് കൂടുന്നുണ്ട് മിത്ര. സ്വന്തം ഇഷ്ടത്തിന് തുള്ളിച്ചാടി എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോകും. വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പോലെ. ഇന്നെന്തായാലും അച്ഛനും ഏട്ടനും വരട്ടെ. നിന്റെ തുള്ളൽ കളി ഞാനൊന്ന് നിർത്തുന്നുണ്ട്. മീനുവിൻ്റെ തുള്ളൽ ഇടയ്ക്കിടെ പതിവുള്ളതിനാൽ മിത്ര അത് വലിയ കാര്യമൊന്നുമാക്കിയില്ല. പിറ്റേ ദിവസം അവൾ കോളേജിലേക്ക് പോയി. പ്രൊഫസർ ആനന്ദ് ഗംഗാധർ അന്ന് ലീവായതിനാൽ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവൾ കിഷോർ വാങ്ങിക്കൊടുത്ത മൊബൈലിൽ സാറിനെ വിളിച്ചു. 2 റിങ്ങിനപ്പുറം കോൾ എടുത്തു കഴിഞ്ഞിരുന്നു. ആളില്ലാത്ത ഇടത്തേക്ക് നീങ്ങി നിന്നാണ് അവൾ സാറുമായി സംസാരിച്ചത്. 15 മിനിറ്റ് നേരത്തെ സംസാരത്തിന് ശേഷം മിത്ര ഫോൺ വെച്ചു. അന്ന് രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. വന്നത് സിദ്ധുവാണെന്ന് കരുതി ആരും ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റില്ല. ഇവനൊന്ന് നേരത്തെയാണോ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അനന്തപത്മനാഭൻ ചോദിച്ചു. സിദ്ധു ഇന്ന് ബുള്ളറ്റിലല്ലേ പോയിരിക്കുന്നത്? ഇത് വേറെ ആരോ ആണ് പപ്പേട്ട. മീനു പറഞ്ഞതും അനന്തപത്മനാഭൻ കഴിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു. പുറത്ത് ആരാണെന്ന് അറിയാവുന്നതിനാൽ മീനു ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും തല ഉയർത്തിയില്ല. അനന്തപത്മനാഭൻ ഊണ് മേശയ്ക്കരികിൽ നിന്നും നീങ്ങുമ്പോഴേക്കും പുറത്തു നിന്നുള്ള ആൾ അകത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നൊക്കെ എണീക്കാൻ പാടുണ്ടോ പപ്പ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് കൃഷ്ണമൂർത്തി അകത്തേക്ക് കയറി വന്നത്. നീയായിരുന്നോ? എന്താടാ ഈ രാത്രിയിൽ? അത്യാവശ്യ നേരത്ത് രാത്രിയെന്നോ പകലെന്നോ ഉണ്ടോ പപ്പ? കൃഷ്ണേട്ടൻ ഇരിക്ക്, ഭക്ഷണം കഴിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മീനുവും ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു. എനിക്ക് വേണ്ട മീനു, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്ന മിത്രയുടെ തലയിൽ തലോടിക്കൊണ്ടാണ് അയാൾ അത് പറഞ്ഞത്. എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നതുവരെ അയാൾ സ്വീകരണ മുറിയിലെ സോഫയിലിരുന്നു. ഇനി താൻ വന്ന കാര്യം പറയും. കൈ കഴുകുവെന്ന് മൂർത്തിയുടെ എതിരെയുള്ള സോഫയിൽ ഇരുന്നു കൊണ്ട് ആനന്ദപത്മനാഭൻ ചോദിച്ചു. ഞാൻ ഈ രാത്രിയിൽ മിത്രമോളയും കൊണ്ട് ഒന്ന് പുറത്തു പോവാണ്. എന്തിനാണെന്ന് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചോദിക്കണ്ട, എല്ലാം നാളെ അറിയും. അയാൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും മിത്ര പുറത്തേക്ക് പോകാനുള്ള വേഷത്തിൽ ഒരു ബാഗും തൂക്കി വന്നു കഴിഞ്ഞിരുന്നു. എൻ്റെ മോളെ വിളിച്ചിറക്കി കൊണ്ടുപോയി തൻ്റെ മോനുമായി കല്യാണം കഴിപ്പിക്കാനാണോടാ? ഒരു ചെറിയ ചിരിയോടെ ആനന്ദപത്മനാഭൻ ചോദിച്ചു. ഞാൻ അങ്ങനെ ചെയ്യോടാ പപ്പ. സിദ്ധുവിന് ഒരു ഇടം തിരിച്ചിലുണ്ടെങ്കിലും എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ ഈ കല്യാണം നടക്കൂ. നമ്മളൊന്നും ഒന്നല്ലേടാ, പിന്നെന്തിനാണ് കള്ളത്തരം കാണിക്കുന്നത്? ഞാനൊരു തമാശ പറഞ്ഞതാ, നീ അത് കാര്യമായി എടുക്കണ്ട. എന്തെങ്കിലും കാര്യമില്ലാതെ നീ മിത്രമോളെ വിളിച്ചിറക്കി കൊണ്ടുപോയില്ലെന്ന് എനിക്കറിയാം. സമയം കളയണ്ട, പൊയ്ക്കോളൂ. എങ്കിൽ പിന്നെ രാത്രിയിൽ യാത്രയില്ല. ഇവളെ ഞാൻ നാളെ രാവിലെ തിരികെ കൊണ്ടുവരാം. മൂർത്തി സാറും മിത്രയും ചേർന്നുള്ള യാത്ര ചെന്നു നിന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അവർക്കായി അതിനുള്ളിൽ കുറച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ACP വിശ്വനാഥ മേനോനും സർക്കിൾ ഇൻസ്പെക്ടർ മോഹനചന്ദ്രനും സ്ഥലം SI കിഷോർ മാധവുമായിരുന്നു ആ ഉയർന്ന ഉദ്യോഗസ്ഥർ. കിഷോറിന്റെ മുഖത്ത് നോക്കി പുച്ഛം വാരി വിതറിക്കൊണ്ട് അഗ്നിമിത്ര തൻ്റെ കയ്യിലുള്ള ഫയൽ ACPയുടെ മുന്നിലേക്ക് വെച്ചു. നിങ്ങളിത് നോക്കുമ്പോഴേക്കും ഞാൻ ലോക്കപ്പിൽ കിടക്കുന്ന സായ് സാരംഗിനെ ഒന്ന് കാണട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൾ ലോക്കപ്പിന് നേർക്ക് നടന്നു.